മഴ തോരും മുൻപേലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ കമല ചായയായിട്ട് വരികയാണ്. അപ്പം ശിവശങ്കറിൻ്റെ അടുത്ത് പറയുകയാണ്, വൈജി ആണെങ്കിൽ ഇനി ഒരിക്കലും ആ വീട്ടിലേക്ക് പോകത്തില്ല എന്ന് പറഞ്ഞിട്ട് ഗംഗേട്ടൻ വിചാരിച്ചതുകൊണ്ട് അവൾ ആ വീട്ടിലേക്ക് പോയി. അതുപോലെ നമ്മുടെ ഹരിയുടെ കാര്യം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഗംഗേട്ടനോട് ശിവേട്ടൻ സംസാരിക്കാൻ എന്താന്ന് കമല ചോദിക്കുകയാണ്. അപ്പോൾ ശിവശങ്കരൻ പറയാണ്, പിന്നെ വൈജയെ കൊണ്ടുവന്ന് ആ വീട്ടിലേക്ക് വിടുന്നത് പോലല്ലയോ നിൻ്റെ മോനെ ജയിലിൽ നിന്ന് ഇറക്കുന്നതെന്ന് ശിവശങ്കരൻ പറയുകയാണ്. അപ്പോഴത്തേക്ക് കമല പറയാണ്, എല്ലാവർക്കും പെങ്ങളുടെ കാര്യം വന്നപ്പോഴത്തേക്ക് ഗംഗേട്ടനും ശിവേട്ടനും എല്ലാവർക്കും മനുവിന് വരെ താല്പര്യമായിരുന്നു വൈജി ആ വീട്ടിലേക്ക് കൊണ്ടുപോയിടാൻ. എൻ്റെ മോൻ ഹരിയുടെ കാര്യം വന്നപ്പം ആർക്കും ഒരു ഉത്തരവാദിത്വം ഇല്ല, ഉത്സാഹവും ഇല്ല എന്ന് പറയാണ്. അപ്പോൾ ശിവശങ്കരൻ പറയാണ്, നിൻ്റെ മോൻ്റെ കാര്യം അത്ര ചെറിയ കാര്യമൊന്നും അല്ലല്ലോ, അത് നമ്മൾ വിചാരിച്ചാൽ ഒന്നും നടക്കുന്ന കാര്യമല്ലെന്ന് ശിവശങ്കരൻ പറയാണ്. അപ്പം കമല പറയാണ്, നിങ്ങൾ മനുവിനോടൊന്ന് സംസാരിച്ച് നോക്കൂ, അലീനയുടെ അടുത്ത് ഈ കാര്യങ്ങളൊന്ന് പറയാൻ. അപ്പം അവൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ ശരണ്യ എന്ന് പറയുന്ന പെങ്കൊച്ച് കേൾക്കുമല്ലേ. അപ്പം എങ്ങനെയെങ്കിലും മനുവിനെ കൊണ്ട് അലീനയോട് സംസാരിപ്പിക്കാൻ ശിവശങ്കരൻ്റെ അടുത്ത് കമല പറയുകയാണ്. അപ്പം ശിവശങ്കരൻ പറയാണ്, ഞാൻ എന്തിനാണ് സംസാരിക്കുന്നത്, നീ തന്നെ മനുവിനോട് പറഞ്ഞാൽ പോരെ എന്ന് ചോദിക്കുകയാണ്. അപ്പം കമല പറയാണ്, ഞാൻ അവനോട് ചോദിക്കത്തില്ല, ഞാൻ എങ്ങനെയാ ഈ കാര്യം അലീനയോട് സംസാരിക്കാൻ അവനോട് പറയുന്നത്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് മനു എൻ്റെ മകൻ തന്നെയാണോ എന്ന് സംശയം തോന്നിയിട്ടുണ്ടെന്ന് കമല പറയുകയാണ്. അപ്പോൾ ശിവശങ്കരൻ പറയുകയാണ്, ഞാൻ അവനോട് സംസാരിക്കാം. പിന്നെ ഹരി ജയിലിൽ കിടക്കുന്നതാണ് നല്ലത്, ഇങ്ങോട്ട് വന്ന് നിൻ്റെ കൂടെ കൂടുന്നതിനൊക്കെ നല്ലത് അവൻ ഇപ്പം ജയിലിൽ കിടക്കുന്നത് എനിക്ക് സമാധാനം എന്ന് പറയുകയാണ്. അപ്പം കമല ചോദിക്കണം, അതെന്താ ശിവേട്ട അങ്ങനെ പറഞ്ഞത്, എൻ്റെ കൂടെ കൂടിയാൽ എൻ്റെ മോൻ എന്താ ചീത്തയായി പോകുമെന്നോ, ഇവിടെ നിൽക്കുന്നതുകൊണ്ടാണോ അവൻ ചീത്തയാവുന്നതെന്നാണോ നിങ്ങളെല്ലാവരും പറയുന്നത് എന്ന് ചോദിക്കുകയാണ്. അതിനെക്കുറിച്ച് ഇനി സംസാരിക്കണ്ട, ഞാൻ മനുവിനോട് എന്തായാലും സംസാരിക്കുക എന്ന് പറയാണ്. അപ്പോൾ കമല പറയാണ്, മനുവിനോട് സംസാരിച്ചാൽ മാത്രം പോരാ, ശിവേട്ടൻ അവനെ കൊണ്ട് സമ്മതിപ്പിക്കണം, അലീനയെടുത്ത് സംസാരിക്കാമെന്ന് സമ്മതിപ്പിക്കണം എന്ന് പറയുകയാണ്. അങ്ങനെ ശിവശങ്കരൻ സമ്മതിക്കുന്നുണ്ട്, ഞാൻ മനുവിനോട് സംസാരിക്കാമെന്ന്. കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് മനു ആണെങ്കിൽ മുകളിൽ നിന്ന് ഇറങ്ങി വരികയാണ്. അപ്പം മനുവിനും ചായയായിട്ട് കമല വരികയാണ്. അപ്പം കമലയാണെങ്കിൽ ശിവശങ്കരൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഒന്ന് അവനോട് ചോദിക്കാൻ പറയുകയാണ്. അങ്ങനെ മനു ചോദിക്കുകയാണ്, എന്താ വെച്ചാൽ അമ്മ എന്നോട് എന്തോ പറയാനാ പറയുന്നതെന്ന് ചോദിക്കുകയാണ്. അത് നീയാണെങ്കിൽ അലീനയെടുത്ത് സംസാരിക്കണം ഹരിയുടെ കാര്യം, അതാ അമ്മ പറയുന്നത്. ഞാൻ എന്ത് സംസാരിക്കാൻ? അപ്പോഴത്തേക്ക് കമല പറയാണ്, നീ അവളോട് പറയണം രോഹിത്തിനെ പുറത്തിറക്കിയതുപോലെ ഹരിയുടെ കാര്യവും ആ ശരണ്യയോട് സംസാരിച്ച് പുറത്തിറക്കുന്ന കാര്യം നീ അലീനയോട് സംസാരിക്കണമെന്ന് കമല പറയാണ്. അപ്പം മനു പറയാണ്, അത് നടക്കുന്ന കാര്യമല്ലമ്മേ, അതെന്താടാ നടക്കാത്ത, രോഹിയെ അവൾ ഇറക്കിയതോ, അതേപോലെ നിനക്കെന്താ നിൻ്റെ അനിയൻ്റെ കാര്യം അലീനയോടത്ത് പറയാൻ വയ്യാത്തതെന്ന് ചോദിക്കുകയാണ്. അന്നേരം മനു പറയാണ്, അമ്മ വിചാരിക്കുന്ന പോലെ അലീന ആരോടും റെക്കമെൻഡ് ചെയ്തിട്ടില്ല രോഹിയുടെ കാര്യം. രോഹി നിരപരാധി ആയതുകൊണ്ട് ആ കുട്ടി കോടതിയിൽ വന്ന് സത്യം വിളിച്ചു പറഞ്ഞു, അത്ര മാത്രമേ ഉള്ളൂ എന്ന് പറയാണ്. അപ്പോൾ കമലയ്ക്ക് ദേഷ്യം വരികയാണ്, നീ കൂടുതൽ പറയല്ലേ, ആദ്യം രോഹി കുറ്റക്കാരനായിരുന്നു, പിന്നെ അവൾ ചെന്ന് ആ ശരണ്യയോട് സംസാരിച്ച് രോഹിയെ ഊരിയെടുത്തതാണെന്ന് കമല പറയുകയാണ്. അപ്പോഴത്തേക്ക് മനു പറയാണ്, അമ്മയോട് എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഒക്കെ കേട്ടിട്ട് ശിവശങ്കരൻ ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും കാര്യം നടക്കുമോ മനു എന്ന് ചോദിക്കുകയാണ്. അച്ഛൻ എന്താ ഇങ്ങനെ പറയുന്നത്, അലീനയോട് ഞാൻ എങ്ങനെ ഈ കാര്യം പറയുന്നത്, എനിക്ക് അവളോട് സംസാരിക്കാനൊന്നും പറ്റത്തില്ല. രോഹിയുടെ കാര്യം പോലും അവൾ ശരണ്യടുത്ത് സംസാരിച്ചിട്ടില്ല, ശരണ്യാണ് ഇങ്ങോട്ട് പറഞ്ഞത് രോഹിത്ത് നിരപരാധിയാണെന്ന്. പിന്നെ അത് കോടതിയിൽ പറയാൻ ഒരു ധൈര്യം നൽകി, അല്ലാതെ ആരുടെ ഒരു റെക്കമെൻഡേഷനും അലീന സ്വീകരിക്കത്തില്ല. അപ്പോൾ കമല പറയാണ്, പിന്നെ നിനക്ക് അവളോട് സംസാരിക്കാൻ വയ്യ, അത് പറഞ്ഞാൽ പോരെ, സ്വന്തം അനിയൻ്റെ കാര്യം അവളോട് സംസാരിക്കാൻ വയ്യ എന്ന് പറഞ്ഞാൽ പോരെ എന്ന് കമല ചോദിക്കുകയാണ്. എൻ്റെ മോൻ അവൻ നിരപരാധിയാണ്, അവൻ എല്ലാവരും കൂടെ കുറ്റക്കാരനാക്കുവാണെന്ന് പറയാണ്. അപ്പോൾ മനു പറയാണ്, അമ്മയുടെ മോൻ നിരപരാധിയോ, അവന് ചെറിയ ശിക്ഷയൊന്നും കിട്ടിയാൽ പോരാ, ഈ കാണിച്ച ക്രൂരതയ്ക്ക് വലിയ ശിക്ഷ തന്നെ അവന് കോടതിയിൽ നിന്ന് കിട്ടണം, എന്നാലേ അവൻ നന്നാവത്തുള്ളൂ എന്നും പറഞ്ഞ് കമലയോട് ഭയങ്കരമായിട്ട് ദേഷ്യം മനു ഇറങ്ങിപ്പോവാണ്. ഇത് കാണുമ്പോഴത്തേക്ക് കമലയ്ക്ക് നല്ല ദേഷ്യവും സങ്കടവും വരുന്നുണ്ട്. ശിവശങ്കരന് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അപ്പം കമല ചോദിക്കുകയാണ്, നിങ്ങൾ ഇതൊക്കെ അവൻ പറയുന്നത് കേട്ടിട്ട് മിണ്ടാ നിന്നെ എന്താ? അപ്പോൾ ശിവശങ്കരൻ ചോദിക്കുകയാണ്, പിന്നെ ഞാനെന്താ പറയണം, അവൻ പറയുന്നത് ശരിയല്ലയോ, നിനക്ക് തോന്നുന്നുണ്ടോ ഹരി നിരപരാധിയാണെന്ന്? അപ്പോഴും കമല പറയുന്നത് എൻ്റെ മോനെ എല്ലാവരും കൂടെ കുടുക്കിയതാണെന്ന് പറയുകയാണ്. അപ്പോൾ ശിവശങ്കരൻ പറയാണ്, നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്നും പറഞ്ഞ് ശിവശങ്കരൻ അങ്ങ് പോവുകയാണ്. ഈ സമയത്ത് ഇടുമ്പുരയ്ക്കൽ ബബിതയാണെങ്കിൽ എല്ലാവരും കൂടെ ബബിതയെ കോളേജിൽ പോകാൻ നിർബന്ധിച്ച കാര്യം ഓർത്തിങ്ങനെ ഇരിക്കുകയാണ്. അച്ഛൻ പറഞ്ഞ കാര്യം ഇങ്ങനെ ഓർക്കുകയാണ്, നമ്മുടെ ഭാവിയാണ്, നമ്മൾ തന്നെയാണ് തീരുമാനം എടുക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ കാര്യം ഇങ്ങനെ മുറിയിലിരുന്ന് ആലോചിക്കുകയാണ്. ആ സമയത്താണ് അലീന അങ്ങോട്ട് വരുന്നത്. അലീനയെ കാണുമ്പോൾ ബബിത ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പം അലീന അങ്ങോട്ട് വന്നിട്ട് ബബിതയുടെ അടുത്ത് പറയുന്നുണ്ട്,
ഞാനൊരു കാര്യം പറയട്ടെ ബബിതയെടുത്ത് എന്ന് ചോദിക്കുകയാണ്. ബബിത പറയാണ്, പറഞ്ഞോ, എന്താണ് എനിക്ക് പറയാനുള്ളതെന്ന് ചോദിക്കുകയാണ്. അത് ഞാൻ എന്തെങ്കിലും പറയുമ്പം എന്നോട് ദേഷ്യപ്പെടല്ലേ, ഞാൻ പറയുന്നത് കേട്ടാൽ മതി, പിന്നെ ബാക്കിയെല്ലാം ബബിതയുടെ തീരുമാനമാണെന്ന് പറയുകയാണ്. അപ്പം ബബിത പറയാണ്, എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളം പറയാണ്. അല്ല, ഇങ്ങനെ വീട്ടിൽ നിന്ന് സമയം കളയാതെ കോളേജിലേക്ക് പൊക്കൂടെ, ഒരു വർഷം വെറുതെ കളയേണ്ട കാര്യമുണ്ടോ? സമയമല്ലേ, പോയി കഴിഞ്ഞാൽ ഒരു വർഷം പോയി കഴിഞ്ഞാൽ വീണ്ടും ഒരു വർഷം വീണ്ടും പഠിക്കണ്ടായോ? വെറുതെ എന്തിനാ ക്ലാസ് കളയുന്നത്, പരീക്ഷ എഴുതാതിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അലീന കുറേ ബബിതയെടുത്ത് പറയുന്നുണ്ട്. പിന്നെ ആരെങ്കിലും എന്തെങ്കിലും നമ്മളോട് പറയാൻ വന്നാൽ നമുക്കറിയാലോ രോഹി കുറ്റക്കാരനല്ലെന്ന്. അപ്പം നമുക്ക് ആരുടെ മുന്നിലും തല ഉയർത്തി നിൽക്കാം. നമ്മൾ തല കുനിച്ച് അവരെ മുന്നിൽ പേടിച്ച് നിൽക്കുമ്പോഴാണ് അവർ വീണ്ടും വീണ്ടും കളിയാക്കുന്നത്. നമ്മൾ എത്ര ഒഴിഞ്ഞു മാറുന്നു അത്രയും അവർ നമ്മളെ കളിയാക്കിക്കൊണ്ടിരിക്കും. നമുക്ക് ഒരു കാര്യത്തിലും പേടിയില്ലെന്നുണ്ട് കഴിഞ്ഞാൽ അവർ പിന്നെ നമ്മളെ കളിയാക്കത്തില്ല എന്ന് അലീന പറഞ്ഞു കൊടുക്കുകയാണ്. ഇതൊക്കെ ബബിത ഇങ്ങനെ കേട്ടിരിക്കുകയാണ്. അവസാനം അലീന പറയാണ്, ഞാനിങ്ങനെയൊക്കെ പറഞ്ഞതേ ഉള്ളൂ, ബബിതയുടെയാണ് തീരുമാനം. ബബിതയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ കോളേജിൽ പോവുക, അത് ബബിതയുടെ മാത്രം തീരുമാനമാണെന്ന് പറയാണ്. എന്നും പറഞ്ഞ് അലീന അങ്ങ് പോകാനായിട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ബബിത എണീച്ചിട്ട് പറയാണ്, ഞാൻ പോകാം എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് അലീന തിരിഞ്ഞിരിക്കുകയാണ്. അപ്പം ഞാൻ കോളേജിൽ പോകാം എന്ന് ബബിത പറയാണ്. അപ്പം ഇത് കേൾക്കുമ്പോഴത്തേക്ക് അലീന അകപടം ഞെട്ടി ഇങ്ങനെ നോക്കുകയാണ്. അപ്പം ഞാൻ പൊക്കോളാം കോളേജിലെന്ന് ബബിത പറയുന്നുണ്ട്. അപ്പോൾ അലീന പറയാണ്, അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ പോ, വേറൊരു ദിവസത്തേക്ക് മാറ്റി വെക്കേണ്ട കാര്യമില്ല എന്ന് പറയാണ്. അപ്പോൾ ബബിത പറയാണ്, ഇന്ന് തന്നെ പോകണോ? ആ, ഇന്ന് തന്നെ പോകണം, നമ്മുടെ തീരുമാനം മാറ്റിയല്ലേ, ഇന്ന് തന്നെ പോകണം, പെട്ടെന്നൊരുങ്ങ്, ഞാൻ അച്ഛനോട് പറയാം, അച്ഛന് ഭയങ്കര സന്തോഷമാവും, ഈ സന്തോഷ വാർത്ത അച്ഛനോട് ചെന്ന് ഞാൻ പറയാം എന്ന് പറയാണ്. അങ്ങനെ അലീന ഓടി ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അച്ഛാ, അപ്പം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, എന്താ കാര്യം, നീ ഭയങ്കര സന്തോഷത്തിലാണല്ലോ. അച്ഛാ, ബബിത കോളേജിൽ പോകാൻ റെഡി ആവുകയാണ്. അതെങ്ങനെ സംഭവിച്ച്, അവൾക്ക് താല്പര്യമില്ല, ഇപ്പോഴെങ്ങും പോകുന്നില്ലെന്നാണല്ലേ പറഞ്ഞതെന്ന് പറയാണ്. അത് ഞാൻ അവളോട് സംസാരിച്ച് കഴിഞ്ഞപ്പം അവൾക്ക് കോളേജിൽ പോകാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞ്, നീ നിർബന്ധിച്ചെങ്ങാനും അവളെ കോളേജിലേക്ക് പറഞ്ഞു വിടാൻ റെഡിയാക്കിയതാണോ എന്ന് ചോദിക്കുകയാണ്. ഏയ്, ഒരിക്കലല്ല അച്ഛാ, ഞാൻ അവളോട് നിർബന്ധിച്ചിട്ടൊന്നുമില്ല, കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അതിനുശേഷം അവൾ തന്നെ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞ് അവൾ കോളേജിൽ പോകാൻ റെഡിയാണെന്ന്. അപ്പം ഇതുകൊണ്ട് ഒരുങ്ങാൻ പോവുകയാണ്, ഇന്ന് തന്നെ പോവുക, ഞാനും കൂടെ അവിടെ കൂട്ടിന് ചെല്ലാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അന്നേരം ബാലേന്ദ്രൻ പറയാണ്, അത് അവളുടെ നല്ല തീരുമാനമാണ്, വെറുതെ സമയം കളയണ്ട, നീയും അവളുടെ കൂടെ ചെല്ലാന്നല്ലേ പറഞ്ഞേക്കുന്നത്, എന്നാൽ മോളും പോയി ഒരുങ്ങിക്കോളാൻ പറയുകയാണ്. ശരി അച്ഛാ, ഞാനും പോയി ഒരുങ്ങട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അലീന അങ്ങ് പോവുകയാണ്. ബാലേന്ദ്രന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. കാരണം എല്ലാവർക്കും ഒരു മാറ്റം ഉണ്ടാവുന്നുണ്ട്. രോഹിത്തിനും അതുപോലെ ബബിതയ്ക്കും എല്ലാവർക്കും ഒരു മാറ്റമൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ഓർത്ത് ബാലേന്ദ്രന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്.